നമ്മൾ ലോകത്തുള്ള എല്ലാ സിവിലൈസേഷൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ചില ആയുധങ്ങളുണ്ട്. ഇപ്പോൾ വാള്, കുന്തം, അമ്പും വില്ലും. ഇതൊക്കെ നമുക്ക് പല സിവിലൈസേഷൻസിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ തികച്ചും വിചിത്രമായ രണ്ട് ആയുധങ്ങൾ ഇന്ത്യൻ സിവിലൈസേഷനിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതിലൊന്ന് ഇന്ത്യയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. വേറെ ഒരു സിവിലൈസേഷനിലും കാണാനും പറ്റില്ല. പറഞ്ഞു വരുന്നത് സുദർശന ചക്രത്തെക്കുറിച്ചും തൃശൂലത്തെക്കുറിച്ചുമാണ്. പലർക്കും തൃശൂലം എന്ന് പറയുമ്പോൾ തോന്നും അത് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ അല്ലെങ്കിൽ റോമൻ മിത്തോളജിയിലെ ഒക്കെ ഉള്ള പല ദൈവങ്ങളുടെയും കയ്യിലുള്ളതായി കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാം. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ സുദർശന ചക്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് തൃശൂലത്തെക്കുറിച്ച് പറയാം. തൃശൂലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു റെഫറൻസ് ഉണ്ടാവുന്നത് വേദിക് പീരീഡിലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടത്തിലും തൃശൂലമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഈ വേദപുസ്തകങ്ങളിൽ ശിവന്റെ ആയുധമായിട്ട് തൃശൂലത്തെ പരാമർശിച്ചിട്ടുണ്ട്. രാമായണം, മഹാഭാരതം, വേദങ്ങൾ ഇതെല്ലാം തന്നെ ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ്. വേദകാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 4500 മുമ്പ് ഉള്ള കാലഘട്ടമാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ തൃശൂല മാതൃകയിൽ ഒരു ആയുധം ഏതെങ്കിലും ഒരു സിവിലൈസേഷനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കൾച്ചറിൽ മാത്രമാണ്. പിന്നീട് ഏതാണ്ട് ഒരു 2000 വർഷത്തിന് മുമ്പൊക്കെയാണ് ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഗ്രീക്ക് ദേവന്മാരിൽ ചിലരുടെ കൈവശം തൃശൂല ആകൃതിയിലുള്ള ആയുധങ്ങൾ ഉള്ളതായി കാണുന്നത്. റോമൻ കഥകളിൽ പറയുന്ന നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ദേവന്റെ കൈവശം, അദ്ദേഹം ഫ്രഷ് വാട്ടറിന്റെ ദൈവമാണ്, സമുദ്രത്തിന്റെ ദൈവമാണ്. അദ്ദേഹത്തിന്റെ കൈവശം തൃശൂല ആകൃതിയിലുള്ള ഒരു ആയുധമുണ്ട്. ഗ്രീക്ക് ദേവനായിട്ടുള്ള പൊസൈഡോൺ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശവും ഇങ്ങനത്തെ ഒരു ആയുധമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 2000 വർഷത്തിനൊക്കെ അടുത്ത് മാത്രം പഴക്കമുള്ള കഥകളും മിത്തുകളും മാത്രമാണ്. അതിനപ്പുറമുള്ള എവിഡൻസും മറ്റോ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ തൃശൂലവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റെഫറൻസ് കാണുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടും വേദിക് പീരീഡിലുമാണ്. അതുപോലെ തന്നെ തൃശൂലത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ് സുദർശന ചക്രം. ഈ സുദർശന ചക്രം മറ്റൊരു സിവിലൈസേഷനിലും കാണാൻ പറ്റില്ല. അതായത് മഹാവിഷ്ണുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന, സഞ്ചരിക്കുന്ന, പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണിത്. മറ്റൊരു സിവിലൈസേഷനിലുമില്ല, മറ്റൊരു ദേവതകളുടെ കയ്യിലുമില്ല. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആയുധമാണ് സുദർശന ചക്രം. സുദർശന ചക്രം എന്ന് പറയുന്നത് ഇന്നത്തെ ഗൈഡഡ് മിസൈലുകളെ പോലെ, ഡ്രോണുകളെ പോലെ ലക്ഷ്യം ഭേദിച്ച് മടങ്ങി വരാൻ കഴിയുന്ന ഒരു ആയുധമാണ്. ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ കാര്യം പറഞ്ഞ പോലെ അവരുടെ റോക്കറ്റുകൾ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ കൈവശം ഉള്ള അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആയുധം എവിടെയാണോ തകർക്കേണ്ടത് അവിടെ പോയിട്ട് മടങ്ങി ആ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് സുദർശന ചക്രത്തിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ആകൃതി, ഇതിന്റെ ഡിസൈൻ എല്ലാം തികച്ചും യുണീക്കാണ്. മറ്റൊരു സിവിലൈസേഷനിലും നമുക്ക് കാണാൻ പറ്റാത്തതുമാണ്. ഈ രണ്ട് ആയുധങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. ഇപ്പോ സുദർശന ചക്രത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും അതിന് സ്വന്തം കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണുവിന്റെ ചിന്തകൾക്കനുസരിച്ച് അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റേതൊരു ആയുധത്തിനേക്കാളും വേഗതയുള്ള ഒന്നാണ്. പ്രകാശ വേഗതയോ അതിനും മുകളിൽ വേഗതയോ കൈവരിക്കാൻ കഴിയുന്ന ആയുധമായിട്ടാണ് ഈ സുദർശന ചക്രത്തെ കാണുന്നത്. മറ്റൊരു ആയുധത്തിനും മറ്റൊരു സിവിലൈസേഷനിലും പറയുന്ന കഥകളിലോ അല്ലെങ്കിൽ അവരുടെ ഐതിഹ്യങ്ങളിലോ ഒന്നും പറയുന്ന ഒരായുധങ്ങൾക്കും ഇല്ലാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രത്യേകതകൾ സുദർശന ചക്രത്തിനുണ്ട്. മറ്റ് സംസ്കാരങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ സംസ്കാരം കുറേയൊക്കെ ഡിഫറെന്റ് ആവുന്നത് അതുകൊണ്ടാണ്. ഇത് മനുഷ്യ ജീവിതവുമായും ധർമ്മം, കർമ്മം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആയുധമാണ്. ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ധർമ്മം ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഈ ഒരു സുദർശന ചക്രം തകർക്കുക എന്നാണ് പറയുന്നത്. ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും സുദർശന ചക്രം ആക്രമിക്കില്ല. ഒരാള് ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാളെ ഒരിക്കലും ഈ സുദർശന ചക്രം ആക്രമിക്കില്ല എന്നും ഇതിനെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. സമയത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഡയമെൻഷൻസിനും അല്ലെങ്കിൽ എല്ലാത്തിനും മുകളിൽ, നമ്മുടെ ഇല്യൂഷൻസിനും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും മുകളിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറുള്ള ആയുധമായിട്ടാണ് സുദർശന ചക്രത്തെ പുരാണങ്ങളിൽ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരു സിവിലൈസേഷനിലും ഇത് കാണാൻ പറ്റില്ല. നമുക്ക് വേറെ ഏത് സിവിലൈസേഷൻ വേണോ എടുത്തു നോക്കാം. അതിപ്പോൾ ഈജിപ്റ്റ് ആയിക്കോട്ടെ, ഗ്രീക്ക് ആയിക്കോട്ടെ, മെസപ്പൊട്ടോമിയ ആയിക്കോട്ടെ, സുമേറിയൻ ആയിക്കോട്ടെ, അവിടെ ഒന്നും തന്നെ
ഇങ്ങനത്തെ ഒരു ആയുധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുദർശന ചക്രം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആയുധമാണ്. ശൂലത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യൻ സിവിലൈസേഷനിലാണ് ആദ്യമായി കാണാൻ കഴിയുന്നത്. ആ ഒരു ആയുധത്തെ ശിവന്റെ ആയുധമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പിന്നീട് ഗ്രീക്ക് ദേവന്മാരുടെയും റോമൻ കഥകളിലേക്കുമൊക്കെ ഈ ആയുധം പകർത്തപ്പെട്ടതാകാം. എന്തായാലും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമയത്തിന്റെ 3 ഘട്ടങ്ങളെയും ഇതിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത് പാസ്റ്റിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും, പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു ആയുധമാണിത്. ഈ പുരാണങ്ങളിൽ പറയുന്ന ഈ സൃഷ്ടി സ്ഥിതി സംഹാരം, അതിൽ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ആയുധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവാണ്. അദ്ദേഹം ക്രിയേറ്റർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ആയുധമില്ല. എന്നാൽ സ്ഥിതി അഥവാ നിയന്ത്രണം നടത്തുന്ന കാര്യങ്ങളെ പ്രസന്റിൽ നിയന്ത്രിക്കുന്ന ദൈവമായിട്ടാണ് വിഷ്ണുവിനെ നമുക്ക് കാണുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ ആയുധമാണ് സുദർശന ചക്രം. അത് ധർമ്മവും കർമ്മവും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആയുധമാണ്. എന്നാൽ ശിവൻ എന്ന് പറയുന്നത് സംഹാരമാണ്, ഡിസ്ട്രോയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രിശൂലം എന്ന് പറയുന്നത് എന്തിനേയും നശിപ്പിക്കാൻ കഴിയുന്ന, പ്രപഞ്ചത്തെ പോലും തകർക്കാൻ കഴിയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പവർ അടങ്ങുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് ഈ പുരാണങ്ങളിൽ ത്രിശൂലത്തെ കാണുന്നത്. ഗ്രീക്ക് കഥകളിലോ റോമൻ കഥകളിലോ ഈജിപ്ഷ്യൻ കൾച്ചറിലോ സുമേറിയൻ കൾച്ചറിലോ ഒന്നും തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ആർക്കും ഇന്ന് റഫർ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. പുരാണങ്ങൾ അനുസരിച്ച് സുദർശന ചക്രവും ത്രിശൂലവും ഒരേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള, ഒരിക്കലും ആർക്കും തടുക്കാനോ തകർക്കാനോ കഴിയാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങളാണ്. ഇപ്പൊ ഇതിനോട് സാദൃശ്യമുള്ള പല ആയുധങ്ങളും ഇന്ന് നമ്മുടെ ലോകത്ത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഗൈഡഡ് മിസൈൽസ്. ഇപ്പൊ സുദർശന ചക്രം നമ്മൾ ഒരിക്കൽ നമ്മുടെ മഹാവിഷ്ണു അത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആരെയാണോ ലക്ഷ്യമിട്ട് അയക്കുന്നത് അയാൾ എവിടെ പോയി ഒളിച്ചാലും അയാളെ പിന്തുടർന്ന് ആക്രമിക്കാൻ കഴിയും. ഗൈഡഡ് മിസൈലുകളെ പോലെ, ഡ്രോണുകളെ പോലെ പിന്തുടർന്ന് ആക്രമിക്കാൻ കഴിയും. അതുപോലെ തന്നെ തിരിച്ചെത്താനും സാധിക്കും. ഇപ്പോൾ ഡ്രോണുകളാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഡ്രോണുകളുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ആയുധങ്ങളോട് സിമിലർ ആയിട്ടുള്ള ഇന്നത്തെ കുറേ ടെക്നോളജീസും ആയുധങ്ങളുമാണ്. പക്ഷേ ഈ സുദർശന ചക്രവും ത്രിശൂലവും എന്ന് പറയുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള 2 ആയുധങ്ങളാണ്. മോസ്റ്റ് പവർഫുൾ എന്ന് പറയാവുന്ന ആയുധങ്ങളുമാണ്.